ചെയ്തിട്ടുണ്ട്, കിസ്തി അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലിയ അതല്ല, എന്നാലും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാലറി ഇൻക്രിമെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മണി അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ വൈസ് കാര്യം മോന്റെ ഒരു ഗ്രാൻസിന് വേണ്ടിയിട്ട് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് അവൻ ഫീസ് അടച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയായാലും അതെന്റെ കയ്യിൽ വന്നിരിക്കും. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും അത് തന്നെയാണ്. ഈ മീൻസ് ഈവൻ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അത് എടുത്തു നോക്കിയിട്ട് ഞാൻ ആ ഒരു വഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള എമൗണ്ട് ഒന്നും ഇല്ലെങ്കിലും വൈകിട്ടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് സമയമാകുമ്പോഴത്തേക്ക് അത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. നമസ്കാരം. നമ്മൾ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ നമ്മളെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഗ്രാബോയി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മുന്നേ ഒരു ഗ്രാബോയി നമ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു നമ്പറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായി എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഞാൻ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും നിങ്ങൾ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാറേ. ഓക്കെ, എന്തൊക്കെയാണ്? കുറേ ഞാൻ പണയം വെച്ച് എടുത്തിട്ടുണ്ട്, കിസ്തി അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വലിയ അതല്ല, എന്നാലും നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ നീ 4 പേർക്കും കൂടി ഷെയർ ചെയ്യാം. സാർ, എന്റെ പേര് നിഷ എന്നാണ്. ഞാൻ സാറിന് ഒരുപക്ഷെ എന്നെ അറിയായിരിക്കും. കുറെ വർഷത്തിന് മുമ്പ് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് മൊത്തത്തിൽ ഇതിനകത്തൊന്നും പോയിട്ട് ഒരു ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ ഇടയ്ക്കൊരു 3-4 മാസമായിട്ട് പിന്നെ ബാക്ക് ടു ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം ഓൾറെഡി ഇതിനകത്തുള്ള സമയത്ത് ഞാൻ കുറെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ജോലിയിൽ എനിക്കൊരു ഒരു പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാലറി ഇൻക്രിമെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മണി അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ വൈസ് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റിവിറ്റിയും സെൽഫ് ലവ് ഫസ്റ്റ് എന്റെ ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറാണ്. കാരണം നമ്മൾ ഈ ക്ലാസ് ഞാൻ സാറിന്റെ മറ്റേ 1111 എമൗണ്ട് പേ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ടൈമിൽ ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ സാറിനോട് വോയിസ് അയച്ചപ്പോൾ സാർ എനിക്ക് സെൽഫ് ലവ് മെഡിറ്റേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ സമയം മുതൽക്കാണ് ഞാൻ ഈ സെൽഫ് ലവ്, അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ പാടെ ഈ പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ട് മാറി പോയിട്ട് പോലും സെൽഫ് ലവ് എന്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നലെ ഞാനിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ്. അപ്പൊ അതാണ് അതിന്റെ ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിൽ ചേഞ്ച് നമ്മുടെ ലൈഫിൽ വേറെ ആരും ഇല്ലെങ്കിലും നമുക്ക് സെൽഫായിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആരെയും തേടി അങ്ങോട്ട് പോവണ്ട. ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ആ ഒരു സർക്കിളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ലൈഫിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ കാരണം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് 1-2-3 ക്ലാസ്സുകളിൽ വേറെ മാസ്റ്റേഴ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഇമോഷണലിയോ മെന്റലിയോ ഒന്നും പേഴ്സണലി കണക്ട് ആവാൻ വേറെ ആരോടും പറ്റിയിട്ടില്ല. ആ ഒരു കണക്ഷൻ ഇപ്പോഴും സാറിനോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചാൽ സാറ് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. സാർ ഒരിക്കലും ഇങ്ങനെ ഇതൊരു ജോലിയായിട്ടല്ല കാണുന്നത്. സാർ എപ്പോഴും ഭയങ്കര നമുക്ക് ശരിക്കും ഒരു ഗോഡ്ലി ഭയങ്കര ഓറയാണ് സാറിന്. നമുക്ക് സാറിന്റെ പോസിറ്റിവിറ്റി നമുക്ക് ശരിക്കും നമുക്ക് കണക്ട് ആവാൻ പറ്റും. അത് താങ്ക് യു സോ മച്ച് സാർ. ഞാൻ എപ്പോഴും എന്റെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഞാൻ എന്റെ ഗുരുക്കന്മാരെ നമിക്കുമ്പോൾ ഞാൻ എപ്പോഴും സാറിനെ എന്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും വെച്ചേക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ, എന്തായാലും ഇത്രയധികം നല്ല സക്സസ് സ്റ്റോറീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അറിഞ്ഞത് സന്തോഷം. അലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ കാരണം ക്യാമറ ഓൺ ചെയ്യുന്നവരല്ലേ നിരീക്ഷിക്കാൻ പറ്റുക. യാമിനി, പ്രമീല മാഡം, ഇതിൽ ശ്രീ, അങ്ങനെ കുറച്ച് പേര് നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററികളെ, ശ്രീയെല്ലാം നല്ലൊരു മാനിഫെസ്റ്ററാണ്. അതേപോലെ പ്രമീള മാഡം. നീ എത്ര പേർക്കാണ്? നീ 3 പേർക്കും കൂടി അവസരം. ജസ്റ്റ് അതായത് നമ്മൾ ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് നൽകുന്നത് അതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സമയത്ത് അതായത് നമ്മളിലേക്ക് അത് തിരികെ വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ് ഷെയർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇനി 3 പേർക്കും കൂടി അവസരം.
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ് ബുധനാഴ്ച ഉണ്ടായിരുന്നല്ലോ, അതെ, പറഞ്ഞു. അന്ന് attend ചെയ്യാൻ പറ്റിയില്ല. സൺഡേ സൺഡേയിൽ മാത്രമേ attend ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ 2-3 വർഷത്തിലധികമായി സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്. സക്സസ് സ്റ്റോറീസ് എല്ലാം അയക്കാറുണ്ട്. കഴിഞ്ഞ സൺഡേ പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ എന്താണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മണി മാനിഫെസ്റ്റ് ചെയ്ത കാര്യം, മോന്റെ ഒരു ഗ്രാൻസിന് വേണ്ടിയിട്ട് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് അവൻ ഫീസ് അടച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇയർ ബാലൻസിന്റെ. അപ്പൊ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് തീരെ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവും. സ്ട്രെയിൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നതാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പേപ്പർ കറക്ഷന്റെ ടൈമിലൊക്കെ അധികം ഉണ്ടാവാറുണ്ട്. അതിപ്പോ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താലേ സുഖാവാറുള്ളൂ. ഇപ്പൊ അത് തീരെ ഇല്ലാണ്ടായി എന്ന് പറയാം. വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം? ഈ 2 പേർക്കും കൂടി അവസരം. ഓക്കെ, ആരാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അന്നേരം ഇനി നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് സാറേ, എനിക്ക് നല്ല ഒരു മനസ്സിനൊരു സന്തോഷവും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്നും അങ്ങനെ പറയത്തക്ക രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ആധാരം ബാങ്കിലുള്ള അങ്ങനെ കുറച്ച് ഇതുണ്ട്. പക്ഷെ അതൊക്കെ നടക്കും എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അതൊക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. ഇനി ആരില്ലെങ്കിലും വീട്ടിലായാലും എങ്ങനെയായാലും ജീവിതത്തില് സന്തോഷമാണ് എപ്പോഴും എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ജീവിച്ചാൽ എല്ലാം നേടിയെടുക്കുക എന്നുള്ളതൊക്കെ ഉള്ള ഒരു ഇത് മനസ്സിൽ വന്നു. ഇപ്പൊ എപ്പോഴും അതെന്താ അസുഖം, ഇനിയിപ്പോ എന്തെങ്കിലും ചെറിയ പിന്നെ ഹെൽത്ത് ബ്ലെസ്സിങ് വന്നാലും അതൊക്കെ കണ്ട് മാറും. ഒന്നിനൊരു ടെൻഷൻ ഇല്ല, ഭയങ്കര സന്തോഷമായി ഇരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടാവും ഇതേപോലെ സക്സസ് ഷെയർ ചെയ്യാം? അത് നിങ്ങളുടെ ലൈഫിൽ ചെറുതാവട്ടെ, ഷെയർ ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് പറയട്ടെ സർ. പറഞ്ഞോളൂ. നമ്മള് 2 ക്ലാസ് മുന്നെയാണ് നമ്മളൊരു പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്ര രൂപ ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ വാലറ്റിൽ എപ്പോഴും വച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വച്ചതിന് ശേഷം എനിക്ക് എപ്പോഴും പണത്തിന്റെ അത്യാവശ്യം വന്നാലും എന്നെ കുറെ ചുറ്റിക്കും. എങ്കിൽ കൂടിയിട്ടും ഞാൻ എന്ത് ചോദിച്ചാൽ അത് എടുത്ത് വെച്ച് ഞാൻ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. സാർ ഡെയിലി അതെടുത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് വിട്ടുപോകും. എന്നാൽ കൂടി പണത്തിന്റെ അത്യാവശ്യം വരുന്ന സമയത്ത് ഞാൻ അതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അത് ആ എഴുതി വെച്ചേക്കണ എമൗണ്ട് വായിക്കും. എമൗണ്ട് വായിച്ചിട്ട് അത് എന്റെ ആ വാലറ്റിൽ ഉണ്ട് എന്ന് വിചാരിച്ച് അത് മടക്കി അതേപോലെ വെച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകും. പക്ഷെ കറക്റ്റ് ആ ടൈമിൽ എനിക്ക് ആ എമൗണ്ട് എത്ര മണിക്കാണോ കൊടുക്കേണ്ടത് ആ ഒരു ടൈം ആകുമ്പോൾ എങ്ങനാന്ന് അറിയില്ല, എങ്ങനെയായാലും അത് എന്റെ കയ്യിൽ വരും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എത്തിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ടൈം മീൻസ് നമ്മളത് കൊടുക്കാൻ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടാവും. ഈവൻ ഒരു EMI ആണെന്ന് വെക്കാം, ആ EMI കൊടുക്കാൻ ഒരു ടൈം ഉണ്ടാവും, അത് കളക്ഷൻ ഏജന്റ് വരുന്ന ഒരു ടൈം ഉണ്ടാവും. പക്ഷെ ആ ഒരു ടൈം വരെ അത് എവിടെ നിന്ന് വരും എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇതെടുത്ത് നോക്കി വെച്ചിട്ട് തിരിച്ചു മറിച്ച് അത് എന്റെ കയ്യിൽ ഉണ്ടല്ലോ, ബാലറ്റിൽ ഇരിക്കുമല്ലോ, എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ പോകുമ്പോ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് എങ്ങനെയായാലും അത് എന്റെ കയ്യിൽ വന്നിരിക്കും. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും അത് തന്നെയാണ്. മീൻസ് ഈവൻ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അത് എടുത്തു നോക്കിയിട്ട് ഞാൻ ആ ഒരു വഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള എമൗണ്ട് കയ്യിൽ വരും. ഞാനതുകൊണ്ട് മാറ്റിയിട്ടില്ല, അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ഒരാൾക്കും കൂടിയാണ് അവസരം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചെറുതോ വലുതോ ആവട്ടെ. ഷീല മാഡം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സന്തോഷം. ഇങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. സാർ, നമ്മള് ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെയും
എന്റെ കാര്യങ്ങളൊക്കെ രാവിലെ എന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും വൈകിട്ടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് സമയമാകുമ്പോഴത്തേക്ക് അത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. ഞാൻ ലോ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. മെഡിറ്റേഷൻ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ആഴ്ന്നിറങ്ങാൻ, സാറിടുന്ന വീഡിയോസൂടെ എനിക്ക് അത്രയൊന്നും ആഴ്ന്നിറങ്ങാൻ പറ്റുന്നില്ല. കാരണം സാറിന് അറിയാമല്ലോ, ഞാൻ ഇങ്ങനെ ചില ടെൻഷനും ചില ബിസിനസ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയൊന്നും പറ്റുന്നില്ല. എങ്കിലും ഞാനത് ചെയ്യുന്നുണ്ട്. എന്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. എന്റെ ബിസിനസ്സും പോകുന്നുണ്ട്. ഞാൻ രാവിലെ ആഗ്രഹിച്ചിട്ട് ഇറങ്ങും, ഇത് എനിക്ക് അവിടെ ചെല്ലുമ്പോ ഇത് വിൽക്കാൻ, ഇത് ഞാൻ വിറ്റതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും ഇറങ്ങുന്നേ. അതെനിക്ക് സാധിക്കുന്നുണ്ട്. താങ്ക് യു. സോ മച്ച്. വളരെ സന്തോഷം. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്. എലൈമൻ മാസ്റ്ററിയുടെ ഫസ്റ്റ് ബാച്ചിൽ, ഇനീഷ്യൽ ബാച്ചിലുള്ള ആളാണ്. ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം വന്ന് സംസാരിക്കുന്ന സമയത്ത് MLM-ന്റെ ടെൻഷൻ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ഓർണമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ കൊടുക്കാൻ പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് സക്സസ് സ്റ്റോറി. ഇദ്ദേഹത്തിന് 50-something വയസ്സാണുള്ളത്. നമ്മളിപ്പം പ്രായമായി എത്രയാണ്? 55. ഓക്കെ, 55 വയസ്സാണ്. ഇപ്പം സ്വന്തമായിട്ട് ഒരു ഓർണമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങി. ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അത് 2 തവണയായിട്ടും സ്റ്റാറ്റസ് ആക്കി വെച്ചിരുന്നു. ഓക്കെ, അതായത് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറയാം. പറഞ്ഞോളൂ. ഒരാളും കൂടി ഉണ്ട്. പിന്നെ ഞാന് സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് എന്റെ പാഷൻ. പക്ഷെ ഞാൻ അതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ എനിക്ക് തോന്നാറില്ല. അത്രയ്ക്കും മാനസികമായിട്ട് കുറച്ച് ടെൻഷനാണ്, ഒരുപാട് ടെൻഷനാണ്. എന്റേതല്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനല്ല അതിന് ഉത്തരവാദി, പക്ഷെ ഞാൻ ആയിപ്പോയി അതില്. അപ്പൊ അതുകൊണ്ട് ഞാൻ തയ്ക്കാൻ കിട്ടിയാൽ പോലും ഞാനത് കട്ട് ചെയ്തിട്ട് വേറെ ആർക്ക് കൊടുക്കുക ചെയ്യാറ്. ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ അങ്ങ് കയറും, ഞാൻ തന്നെ അങ്ങ് അടിക്കും. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു 1750 രൂപ ഇന്ന് എന്റെ സ്വന്തമായിട്ട് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഒരുപാട് താങ്ക്സ്. നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയിലെ മറ്റൊരു വ്യക്തിയാണ്. അതെ, എനിക്ക് സാറിനായിട്ട് സംസാരിക്കണം എന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അലൈൻമെന്റ് മാസ്റ്ററിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമില്ലേ, ഡൗട്ട്സ് ഓക്കെ സാർ, താങ്ക് യു. ഇവിടെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. വളരെയധികം സന്തോഷം ഇത്രയും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തത്. അന്നേരം ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊരു യൂണിവേഴ്സൽ നിയമമാണ്. അതായത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഞാനും നിങ്ങളും വ്യത്യസ്തരാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എപ്പോഴും സ്ലോ ആവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട്, സാറ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു, അല്ലെങ്കിൽ സാറ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മൈൻഡ് സെറ്റ്. ഇത് മൈൻഡ് സെറ്റ് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്നിലേക്ക് ആ ഒരു ഡിവൈൻനെസ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്, കാരണം നമ്മൾ ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മളിലേക്ക് സക്സസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് മറ്റ് പല ട്രെയിനേഴ്സും കാര്യങ്ങളുണ്ട്, അവർ നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നിങ്ങളെ സർവീസിനെ കുറിച്ചോ ഒന്നും തന്നെ പറയലുണ്ടാവില്ല. കാരണം നിങ്ങളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി എത്ര ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ഉണ്ട്, അവരെ മൊബൈലിൽ വാട്സപ്പാക്കി സ്റ്റാറ്റസ് ആക്കി വെക്കുന്നത് ആരും തന്നെ ചെയ്യില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ പോലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലല്ല സഹായിക്കേണ്ടത്. നമ്മളാ കഴിയുന്ന രീതിയിൽ ചെറിയ സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരികെ വരുന്നുള്ളതാണ്. അന്നേരം ആ ഒരു സഹായം അതായത് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹൈ വൈബ്രേഷൻ നിൽക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇപ്പം പണ്ടത്തെ രൂപമായാലും എൻ്റെ പണ്ടത്തെ സംസാര ശൈലിയായാലും എത്രയോ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെയുള്ള പ്രണയമാണ്. ഞാനിപ്പോൾ എല്ലാവരും പറയാണ്ട്, ഇപ്പോൾ ഷീല മേഡം പണ്ടെല്ലാം വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, മുടിയെല്ലാം ഇങ്ങനെ അയച്ചിട്ടിട്ടാണ് വരിക. ഇപ്പം കണ്ണട ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് നമ്മൾ എത്രത്തോളമാണോ നമ്മളെ സ്നേഹിക്കുന്നത്. കാരണം വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് ഒന്ന് മെഡിറ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മെഡിറ്റേഷൻ നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഒരു 15 മിനിറ്റ് രാവിലെ, ഒരു 15 മിനിറ്റ് വൈകിട്ട്, ലാസ്റ്റ് 15 മിനിറ്റ് മെഡിറ്റേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മെഡിറ്റേഷന് പിന്നെ സെൽഫ് ലവ്, നമ്മൾ എത്രത്തോളമാണോ നമ്മളെ സ്നേഹിക്കുന്നത്. ഇപ്പം പറയാറില്ലേ, ഇന്ന് ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. എക്സ്ട്രോവേർട്ട് കാരണം എന്ത് ചെയ്തു, അവരെ ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം തന്നെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾ അതായത് നിങ്ങളെ ത്യാഗം ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളാണ് അവിടെ പെയിൻ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മൾ ചിന്തിക്കൂ, ഓക്കെ ഇന്ന വ്യക്തി, അതായത് നിങ്ങളെ കയ്യിലുള്ള പണം ഫുള്ളായിട്ട് ലോണായിട്ട് എടുത്തു കൊടുത്തു. ചില ആൾക്കാർ എൻ്റെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് സങ്കടമാവും. അതായത് സെൽഫ് ലവ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പണം നിലനിൽക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ലവ് ലാക്കിൽ നിന്നാണ്. അതായത് നിങ്ങളെ
ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൂണ്ടായിട്ടുള്ള സെൽഫാണ് ഉള്ളത് എങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും കുട്ടിക്കാലത്ത്, നമ്മൾ ഇന്ന ചൈൽഡിൽ പറയാണ്ട്, കുട്ടിക്കാലത്ത് എനിക്ക് എപ്പോഴും അംഗീകാരം കിട്ടാത്തതുകൊണ്ട്, കാരണം ഞാൻ എപ്പോഴും അംഗീകാരം പ്രതീക്ഷിച്ചിരുന്നു. മീൻസ് എൻ്റെ അച്ഛനെ അംഗീകരിക്കണം, അച്ഛൻ ഒരിക്കലും എന്നെ കുട്ടിക്കാലത്ത് അംഗീകരിച്ചില്ല. എന്ത് നേടുകയാണെങ്കിലും അന്നേരം പറയും, ഇന്ന ആളെ നോക്ക്, ഇന്ന ആൾ ഇത്രയും മാർക്ക് നേടില്ല, നിനക്ക് എന്ത് പറ്റിയില്ല, പിന്നെയും ഡൗണോ. അത് ഞാൻ അംഗീകാരത്തെ അല്ലെങ്കിൽ മറ്റുള്ള സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടാണ് നിന്നത്. ആ ഒരു സ്നേഹത്തെ പ്രതീക്ഷിക്കുന്നത് നമ്മളെ ലാക്കാണ്, ഇല്ലായ്മയാണ് അവിടെ അനുഭവിക്കുന്നത്. അന്നേരം ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ എൻ്റെ കഴിവിനെയും എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ എന്താ പറയുക, നമ്മൾ ബലഹീനതകളെയും സ്നേഹിക്കാൻ തുടങ്ങി. അതായത് പലരും എന്താ സെൽഫ് ലെവൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയെ, ക്വാളിറ്റീസിനെ മാത്രം സ്നേഹിക്കും. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വീക്ക്നെസ് ഉണ്ടാവും. ഞാൻ തന്നെ പല വീക്ക്നെസ്സും എനിക്കുണ്ട്. നമ്മളെ ഇംപെർഫെക്ഷനെ, അതായത് നിങ്ങളെ കുറവുകൾ, പല കുറവുകളുണ്ടോ, അതിനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങാം ഇന്നു മുതൽ. കാരണം ഞാൻ ഇമോഷണലി ഭയങ്കര പെട്ടെന്ന് കണക്റ്റായി, ഇമോഷണലി ഡൗൺ ആകുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു. അതും ഞാനാണ്, അല്ലാതെ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് അല്ല. ഐ ആം പെർഫെക്റ്റ് ഇൻ മൈ ഇംപെർഫെക്ഷൻ എന്ന് പറയും. അതായത് ഞാൻ ഇംപെർഫെക്ഷനെ പോലും ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് സെൽഫ് ലവിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. പലപ്പോഴും പല ട്രെയിനേഴ്സും പറയുന്ന കാര്യമാണ് സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ നോക്കി സ്നേഹിക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ ബലഹീനതയെ, നമ്മളെ ബലഹീനത, ഇപ്പം നിങ്ങൾക്ക് പല ബലഹീനതകൾ ഉണ്ടാവും. ചിലപ്പം നിങ്ങൾ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആയി പോകും, പെട്ടെന്ന് തന്നെ ശരീരത്തിന് ക്ഷീണം വരും, എന്താവട്ടെ. ഇപ്പോൾ എനിക്ക് വേറൊരു നമ്മുടെ അലൈൻമെൻറ്റ് മാസ്റ്ററി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, എനിക്ക് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെല്ലാം കളിയാക്കും, നീ എന്താ പൊട്ടനാണോ, നീ ഇത്ര ആണല്ലേ, നിനക്ക് പെട്ടെന്ന് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബന്ധങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല, സാരമില്ല, അതിനെന്താ. അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളോട് ചെയ്യാതിരിക്കുക. അന്നേരം നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ലൈഫ് മതിയാവില്ല. എങ്ങനെയാണെന്നറിയാം, സെൽഫ് ലവ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് പോരാ എനിക്ക്, കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇത് മതിയാവില്ല, ഇനിയും വേണമെന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം നിങ്ങൾ യു ഡിസേർവ് മോർ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. കാരണം നിങ്ങളെ എനർജി മൊത്തം സ്റ്റോർ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എല്ലാത്തോടത്തോളം കാലം നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ഞാൻ പൈസ വരുന്ന സമയത്ത് ഓക്കെ മറ്റുള്ളവരെ സഹായിക്കാം, ഭർത്താവിനെ സഹായിക്കാം, ഭാര്യയെ സഹായിക്കാം എന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയാണ് ചെയ്യാം. നമ്മളെ അതായത് നിങ്ങൾ രാവിലെ തന്നെ മനോഹരമായ രീതിയിൽ ഡ്രസ്സ് ധരിക്കുക, കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ബ്രാൻഡഡ് ഡ്രസ്സുകളോ അല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകളോ ധരിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ള ഡ്രസ്സ് മനോഹരമായ രീതിയിൽ ധരിക്കാൻ തന്നെ നിങ്ങളുടെ ശരീരത്തിന്, അതായത് നമ്മളെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ശരീരമാണ്. ശരീരത്തെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ശരീരത്തെ ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ വസ്ത്രങ്ങളുടെ സമയത്തും മനോഹരമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക. പണ്ടല്ലേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ മുന്നേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപയ്ക്ക് 99 രൂപയ്ക്ക് ടീഷർട്ട് കിട്ടും, അല്ലെങ്കിൽ 59 രൂപയ്ക്ക് ടീഷർട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു കോഴിക്കോട് SM സ്ട്രീറ്റിൽ. അവിടെ പോയിട്ട് ഞാൻ ഡ്രസ്സുകൾ ഇങ്ങനെ മേടിച്ചിട്ട് കുറേ ഡ്രസ്സുകൾ മേടിക്കും, എന്നിട്ട് ഞാൻ ധരിച്ച് നടക്കും. അതായത് നമ്മൾ മനസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതായത് ഞാനെന്തോ വലിയ സംഭവമാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈഗോയാണ് പറയുന്നത് അല്ലേ, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ ഡ്രസ്സ് ഇടുന്ന ഡ്രസ്സല്ല ഞാൻ, അതിനേക്കാളും വലിയ സംഭവമാണ്. പക്ഷേ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതായത് നമ്മളെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് മറ്റുള്ളവരും നമ്മളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം കളഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്ന് കരുതാം. ടെൻഷൻ അടിച്ചിട്ട് ഭക്ഷണം നോക്കുന്നില്ല, ശരീരം നോക്കുന്നില്ല. അവസാനം ഈ മക്കളും ഭർത്താവും എല്ലാം തന്നെ നല്ല രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസാനം ചോദിക്കും, നീ എന്താടി വസ്ത്രം ഇടാത്ത, ഇങ്ങനെയാണോ ഒരു ധരിക്കുക എന്നൊക്കെ രീതിയിൽ ചോദിക്കാറില്ലേ. എന്താ നീ ഇങ്ങനെ ധരിക്കുന്നത്, നീ നിൻ്റെ കാര്യം നോക്ക്. അതായത് അവർക്ക് വേണ്ടി ജീവിച്ച് അവസാനം അവർ ചോദിക്കും, നീ എന്താ നിനക്ക് വേണ്ടി ജീവിക്കാതെ എന്നുള്ളത്. അന്നേരം ഇന്നു മുതൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ മറ്റുള്ളവരുടെ ടെൻഷനും കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സെൽഫ് ലവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ടെൻഷനും കാര്യങ്ങളും. ഇപ്പോൾ ശ്രീ പറഞ്ഞെന്താണ്, മറ്റുള്ളവരുടെ ടെൻഷൻ തലയിൽ എടുത്ത് വെക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ ടെൻഷൻ? ഓരോരുത്തരും അവരവരുടെ കർമ്മം അനുസരിച്ചാണ് പോകുന്നത്. നമ്മളെന്തിനാ അവരെ കർമ്മങ്ങൾ, വഴിയിൽ പോകുന്ന വള്ളി എന്തിനാണ് തലയിലേക്ക് ഇടുന്നത്? മനസ്സിലായോ? അന്നേരം മറ്റുള്ളവരെ കർമാസ് ഒരു കാരണവശാലും നമ്മളെ തലയിലേക്ക് ഇടണ്ട.
അത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഹാപ്പി ആയി മാറും. നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററി ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അതായത് ആ ഒരു എനർജി നിങ്ങൾ ഒരിക്കലും റിസീവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ ഹാപ്പിനെസ്, നിങ്ങളെ കാര്യങ്ങൾ നോക്കി പോകുന്നതനുസരിച്ച് പണം വരേണ്ട വഴികൾ, പണം നല്ല രീതിയിൽ തന്നെ. ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററി നമ്മൾ ഞാനിപ്പോൾ ഏതെങ്കിലും കോഴ്സ് അനൗൺസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന മെമ്പേഴ്സ് അതിൽ ഓട്ടോമാറ്റിക്കായി ജോയിൻ ആവും. കാരണം നമ്മൾ വാല്യൂ ആഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ പല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ചോദ്യങ്ങൾക്ക് മറുപടിയോ അവരെ ഒരു സപ്പോർട്ടും എനിക്ക് ലഭിക്കാറില്ല. ഞാനിപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സ്റ്റാറ്റസ് ആക്കിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വെച്ചോളാം. ഇപ്പോൾ ഞാൻ യാമിനിയോട് പറഞ്ഞു, യാമിനി ഇപ്പം സ്വന്തമായിട്ടൊരു ഇതേപോലെ തന്നെ ഷീല മാഡം സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ്, അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ നമ്മൾ ഉയർത്തി വെക്കണം. നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ് ഇപ്പോൾ നമ്മൾ വേറെ ഒരാളെ ഉയർത്തി വെക്കാതെ നമ്മൾക്ക് നമ്മളെ ഉയർത്തി വെക്കുകയാണെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മളിലേക്ക് വരികയുള്ളൂ. അതൊരു ബ്രാൻഡിങ്ങിൻ്റെ കാര്യമാണ്. അതായത് അനുവിന് ഇപ്പോൾ ഫേസ്ലെസ് ആയിട്ടാണ് അനുവിൻ നിൽക്കുന്നതെങ്കിൽ അനുവിന് ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? ഇപ്പം അൺനോൺ ആണ് എന്ന രീതിയിൽ. കാരണം എനിക്ക് അൺനോൺ ആകേണ്ട ആവശ്യമില്ല, ഞാൻ നോണായിട്ട് തന്നെ നിൽക്കാൻ കാരണം എന്താണ്, എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കോൺഫിഡൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്? നമ്മളെ അറിവ്, അതായത് നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ. അടുത്ത കാര്യമാണ് മൂന്നാമത്തെ കാര്യം, നോളജ് എന്ന് പറയുന്ന കാര്യം. കൃത്യമായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ വ്യക്തമായിട്ട് വേണം. അതായത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു അറിവ് നിങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. USB എന്ന് പറയുന്നതിന്, അതായത് നിങ്ങൾ പണം വേണമെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പണം വരില്ല. പണം എപ്പോഴും യുണീക്കായി നിൽക്കുന്ന വ്യക്തികളിലാണ് വരിക എന്നാളാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 10 ഷോപ്പുകാർ സെയിം പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും അവരുടെ അടുത്തേക്ക് പോവാം. നിങ്ങൾ എന്താണ് യൂണീക്നെസ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഷീല മാഡത്തിനോട് ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം, ഷീല മാഡം നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തുടങ്ങണം, ഇതേപോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, അങ്ങനെ ഓർണമെൻറ്റ്സിന് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓർണമെൻറ്റ്സിന് ബിസിനസ്സിൽ എല്ലാവരും എന്താണ് യങ് ആയിട്ടുള്ള ലേഡീസാണ് വരുന്നത്. യങ് ആയിട്ടുള്ള ലേഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഇപ്പം 18, 25 അല്ലെങ്കിൽ 30 വയസ്സിനുള്ളിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മോഡലിങ്ങിലേക്കോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒന്നും തന്നെ സ്റ്റാറ്റസ് ആക്കിയിട്ടില്ല. അന്നേരം ആ ഒരു ഏജ് കാറ്റഗറി എന്താണ് അവരാഗ്രഹിക്കുന്നുണ്ട്, അവരെ അംഗീകരിക്കണം, അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നില്ല. അന്നേരം നമ്മൾ ആ കമ്മലും കാര്യങ്ങളും ഇട്ട് നമ്മളൊരു മോഡലിനെ പോലെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറി ആൾക്കാർ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ഒന്ന് നമ്മളൊരു കോൺഫിഡൻസ്, അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത ഒഴിവാക്കുക. ഒരാളും നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തിക്കാൻ പോകുന്നില്ല, നിങ്ങളെക്കുറിച്ച് എങ്ങനെയായാലും കുറ്റേ പറയും എന്നുള്ളതാണ് സത്യം, അല്ലേ? അതെ അതെ സാർ, നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ എന്റെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോ ഉണ്ടല്ലോ പിറ്റേ ദിവസം ഒത്തിരി പേര് പറയും ഇതെന്താ എന്നാ എന്നൊക്കെ ചോദിക്കും. ഞാനപ്പം ഇപ്പൊ പിന്നെ നമുക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് അവരോടൊക്കെ ഇങ്ങനെ പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും, ഞാൻ എന്റെ ഫോട്ടോ ഇട്ട ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നേരത്തെയാണ് ഞാൻ ടെൻഷൻ ആകുമായിരുന്നു. അതാണ് ഇദ്ദേഹം പെട്ടെന്ന് ഡൗൺ ആവുന്ന വ്യക്തിയായിരുന്നു. കാരണം ആൾക്കാർ ആരും തന്നെ നമ്മളെ വിജയിക്കാൻ ആഗ്രഹിക്കില്ല, അവരെപ്പോഴും നമ്മളെ ഡൗൺ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി അങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അന്നേരം നമ്മളെ പിന്നെ ചോദിച്ചോട്ടെ, എനിക്കാണെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാനിപ്പോ ഉണ്ടല്ലോ ഉള്ളിൽ യേശുവിന്റെ വയറങ്ങ് ചാടുന്നല്ലോ എന്നൊരു ടെൻഷൻ എനിക്ക് ഇങ്ങനെ അങ്ങ് മാറാതെ നിൽക്കുക. ഈ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാല്, അതായത് സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കണ്ണാടി നോക്കി സ്നേഹിക്കുന്നത്, നമ്മൾ ബോഡിക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യണം. ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഡെയിലി ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഓടും. നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയിൽ പറയാറില്ല എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ നടക്കുന്നുണ്ട്, പക്ഷെ നടന്നാ പോരാ, ഓടണം, ശരീരം വേർക്കണം, ഓടണം, ശരീരം ഓടട്ടെ. നിങ്ങൾ ഓടി നോക്കൂ, ഒരു 15 മിനിറ്റ് ഓടുക, 15 ഒരു 30 മിനിറ്റെങ്കിലും ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കൂ. അതായത് നടത്തുന്ന സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഓട്ടോ ആയി മാറിയല്ലോ, അങ്ങനെയൊന്ന് ഓടി നോക്കൂ, ചേഞ്ച് വരും. നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷാമിൽ, അവനെന്താണെന്ന് വെച്ചാൽ നടക്കുക മാത്രമേ, ഞാൻ ഓടിക്കഴിഞ്ഞാൽ വേർക്കണം. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഞാൻ AC അവിടെയുള്ള ഒരു അനുമതി, കാരണം വേർത്ത് കഴിഞ്ഞാലാണ് നമ്മളെ കലോറി ബേൺ ചെയ്യുക, എന്നാലാണ് ബോഡി ഫിറ്റ് ആകുക. അന്നേരം ആ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ്, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറില്ലേ, അതൊന്നും ചെയ്യും.
വയറിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ടാവും, അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ചെയ്യും. പക്ഷെ അതിങ്ങനെ ഇപ്പൊ എനിക്ക് അതൊരു സങ്കടം, ആ ഒരു സങ്കടം അങ്ങോട്ട് മാറുന്നില്ല. അത് നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. ഞാനാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഈ നട്ട്സിന്റെ ജ്യൂസും ഒക്കെ കുടിച്ചാണ് എനിക്ക് തോന്നിയ വയറ് ഇച്ചിരി ഇതായെന്ന്. അല്ല മാഡം, വയറ് ചാടാതിരിക്കാനുള്ള എക്സസൈസ് തന്നെ ഉണ്ട്, കൊറേ ഉണ്ട്, അതൊന്ന് ചെയ്താൽ മതി. അതെ അതെ, നട്ട്സ് ജ്യൂസ് കാര്യങ്ങളും കഴിക്കുന്നത് ശരീരത്തിന് എനർജി ആവശ്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യണം, ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി. 15 മിനിറ്റ് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞത് സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം. ഇപ്പം ഷീല മാഡം പറഞ്ഞു, അവരിടുന്ന സമയത്ത് മറ്റുള്ളവർ വിമർശിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അന്നേരം എന്താണ്, സാധാരണ വ്യക്തി എന്ത് ചെയ്യും, ഡൗൺ ആയിപ്പോ, അയ്യോ എന്നെ വിമർശിച്ചല്ലോ, എന്നെ ഈ രീതിയിൽ കണ്ടല്ലോ. നമ്മളുടെ ഡ്രീംസിൽ നമ്മളാണ് ആദ്യം വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പം തന്നെ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം, അതായത് നിങ്ങൾ വലിയൊരു വിഷനായിട്ട് നിങ്ങൾ തുടങ്ങണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഐഡിയാസ് വരും. ഇന്ന് തന്നെ നമ്മളെ അലൈൻമെന്റ് എങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ 2 പേരാണ് ഗവൺമെന്റ് ജോലിയുടെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തത്. ഇങ്ങനെ കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചിലായിട്ട് പങ്കെടുത്തതാണ്. അന്നേരം അവരെന്തുകൊണ്ടാണ് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രോസസ്സിലേക്ക്, അതായത് അതുവരെ അവർ ഭർത്താവ് ഇങ്ങനെ നാട്ടുകാർ, അതായത് അവർ പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നാട്ടുകാർ എന്ത് ചിന്തിക്കും, നാട്ടുകാർ ഇത്രയും വർഷത്തോളം PSC ട്രൈ ചെയ്തല്ലോ എന്നിട്ടും കിട്ടിയില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നാട്ടുകാർക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ജീവിക്കുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതുവരെ പുള്ളിക്കാർ ചിന്തിച്ചത്, അയ്യോ ഫെയിലിയർ ആയി പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നാട്ടുകാർ നോക്കുക, ഈ രീതിയിലാണ് ചിന്ത വന്നത്. അന്നേരം നമ്മളെപ്പോഴും നമ്മളെ ഫ്യൂച്ചറിൽ, അതായത് ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും നിങ്ങൾ പ്രസൻറ്റിൽ നിൽക്കരുത്. പ്രസൻറ്റിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതനുസരിച്ച് മൈൻഡ്ഫുൾ ആവും. അതോടൊപ്പം തന്നെ നമ്മളൊരു ഇമാജിനേഷൻ വേൾഡിൽ, ഒരു ഇമാജിനറി വേൾഡിലാണ് നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത്. കാരണം ഞാൻ എപ്പോഴും നിൽക്കുന്നത് ഈ ഒരു റൂമിലോ അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലോ അല്ല. ഞാൻ എൻ്റെതായിട്ട് ഡ്രീംസിൽ എപ്പോഴും നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ വെറും റിയാലിറ്റിയെ മാത്രം ചിന്തിക്കുകയാണ്. റിയാലിറ്റി എല്ലാവരെയും പെയിൻഫുള്ളാണ്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു പണ്ട് കുറേ രീതിയിൽ. ഫാമിലിയിൽ ബ്രോക്കൺ ഫാമിലി ആയതിൻ്റേത്, അതോടൊപ്പം തന്നെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ്, അസിഡിറ്റി പ്രോബ്ലംസ്, മുടി കൊഴിച്ചൽ, അത് ഇതെന്നെല്ലാം പറഞ്ഞ് കുറേ രോഗങ്ങൾ. മുഖത്താണെങ്കിൽ കുറേ കുരുക്കൾ, അസിഡിറ്റിയുടെ പ്രോബ്ലം, നല്ല സുഹൃത്തുക്കളില്ല, കോൺഫിഡൻസ് ഇല്ല, ഡിപ്രഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ മറികടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ഒരു സ്നേഹമാണ്. നമ്മളെ കുറവുകളെ, അതായത് നമ്മളെന്താണോ അതിന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. ആക്സെപ്റ്റൻസ് എന്ന് പറയും. നമ്മളെ സൗന്ദര്യത്തെയോ എല്ലാം, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ യുണീക്കാണ്. നിങ്ങൾ മറ്റുള്ളവരായിട്ട് അയ്യോ എന്നെക്കാളും മാർക്ക് സ്കോർ ചെയ്യുന്നല്ലോ എന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിക്കാതെ നമ്മളിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന ആൾ വലിയ രീതിയിൽ പോയി, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളിപ്പോഴുള്ള പ്രസൻറ്റ് മൊമെൻ്റ് എന്താണ്, പ്രസൻറ്റ് മൊമെൻറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താണ് കാണുന്നത്, ആ ഒരു ലൈഫിൽ മാത്രം ജീവിക്കുക. ചുറ്റും പലതും രാഷ്ട്രീയം ഉണ്ടാവും, രാഷ്ട്രീയക്കാർ പരസ്പരം തമ്മിലടിക്കുന്നുണ്ടാവും, പല രീതിയിൽ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ഇപ്പം ചില ന്യൂസുകൾ കാണാറില്ലേ, ഓരോരോ യുദ്ധങ്ങൾ, സ്ത്രീകളുമായിട്ട് സംബന്ധമായ, അതിലേക്ക് നിങ്ങൾ ഒരിക്കലും അറ്റൻഷൻ കൊടുക്കാൻ പാടില്ല അല്ലേ. അതായത് അത് പറയാൻ പോലും പാടില്ല. നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങളും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട, ലഹരിയായിട്ട് ബന്ധപ്പെട്ട, അതുമായിട്ട് ബന്ധപ്പെട്ട പല ന്യൂസും കാര്യങ്ങളും കാണുന്നതനുസരിച്ച് നിങ്ങളെ എനർജി അവിടെ ലോ ആണ് ചെയ്യുന്നത്. നിങ്ങളെ എനർജി ലോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നെഗറ്റീവായ രീതിയിലാണ് സംഭവിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു എനർജിയെ ഫോക്കസ് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ, അതായത് ഞാനൊരു ഇമാജിനേഷൻ വേൾഡിലാണ് ജീവിക്കുന്നത്. റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ പല പ്രശ്നങ്ങളും എനിക്കും ഉണ്ടാവും. എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എനിക്കെപ്പോഴും അതിനെ മാനേജ് ചെയ്യാൻ പറ്റി. എന്താണ്, നമ്മൾ അതിൽ അറ്റാച്ച്ഡ് അല്ല. അതായത് പണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് എല്ലാം തന്നെ ചിന്തിച്ചിട്ട് അതായത് അനാവശ്യമായിട്ട് ചിന്തകൾ കൊടുക്കുകയായിരുന്നു. ഇപ്പം എല്ലാം തന്നെ ഡിവൈൻനെസ്സിൽ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം. അതായത് ഒരു പരിധി കൂടുതൽ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങ് നമ്മൾ വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ സറണ്ടറിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളും എല്ലാം തന്നെ വരും.
മനസ്സിലായോ? അതായത് നിങ്ങളെ ഒരു സമർപ്പണ ഭാവം. നമ്മൾ ചില ട്രെയിനേഴ്സ് പറയാം സമർപ്പിക്കണം. സമർപ്പിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങളിലേക്ക് ആശയങ്ങൾ വരും അല്ലേ? ഇപ്പം ഞാൻ തന്നെ പറയാണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പണം ഉണ്ടാക്കുന്ന സമയത്തും എന്താണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകാൻ പോകുന്നത്, അത് ചിലപ്പോൾ നിങ്ങൾ ഒരു നല്ല ഇപ്പം ശ്രീ ചെയ്യുന്ന പോലത്തെ സ്റ്റിച്ചിങ് ആണോ, അന്നേരം നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ നൽകുന്ന ഒരു കാര്യം യുണീക്ക് ആയിരിക്കണം. അവർക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന അത് നമ്മൾ ഇപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ നന്ദി എന്നെ വിശ്വസിച്ചതിന്, ഇങ്ങനെ ഈ ഒരു എൻ്റെ സർവീസിന് നന്ദി. അന്നേരം അത് പറയുന്ന സമയത്തില്ല, ആ ഒരു പറയുന്ന സമയത്ത് നമ്മുടെ മുഖത്തും കാര്യങ്ങൾ സന്തോഷിക്കണം. ഈവൻ യാമിനി ആകട്ടെ, ഷീല മേഡം ആകട്ടെ, പ്രൊഡക്റ്റ് അയക്കുന്ന സമയത്ത് താങ്ക് യു നോട്ട്, അതായത് താങ്ക് യു നമ്മളെ കൈപ്പടയിൽ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മൈ സർവീസ് അല്ലെങ്കിൽ ടേക്കിംഗ് ദിസ് പ്രൊഡക്റ്റ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അവരെ പേര് എഴുതിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അയക്കുകയാണെങ്കിൽ അവരെ ഫീലിംഗ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ രീതിയിൽ ഇന്നോവേറ്റീവായ രീതിയിൽ നമ്മൾ ഓക്കെ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എന്താണ് സാധാരണ രീതിയിൽ കൊടുക്കും അല്ലെ, പാക്ക് ചെയ്ത് കൊടുക്കും, അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ഉൾപ്പെടുത്തുക. കൈപ്പടയിൽ എഴുതിയിട്ട് ഒരു കാർഡ്, ഒരു ബ്രൗൺ കളർ കാർഡിൽ കൈപ്പടയിൽ എഴുതിയിട്ട് നമ്മൾ വെക്കുക. മനസ്സിലായോ? താങ്ക് യു കാർഡ് വെക്കുന്നുണ്ട്. അത് നിങ്ങളെ കൈപ്പടയിലും, അതായത് താങ്ക് യു എന്നുള്ളത് നിങ്ങളെ കൈപ്പടയും കൂടി ഉൾപ്പെടുത്തുക. എന്തെങ്കിലും മീൻസ് ഒരു ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുള്ള അവരെ പേര് എഴുതാനും പറ്റില്ലേ, പിന്നെ ഒരു സൈനും. സെന്റൻസ് പറഞ്ഞ എന്തുവായിരുന്നു? സെന്റൻസ് നമ്മളെ രീതിയിൽ താങ്ക് യു ഫോർ ടേക്കിംഗ് മൈ സർവീസ് എന്ന് പറഞ്ഞു ചെയ്താ, അല്ലെങ്കിൽ അത് നമ്മളതായ രീതി താങ്ക് യു ഫോർ, അല്ലെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞു ചെയ്താൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ടേക്കിംഗ് മൈ സർവീസ് എന്നൊക്കെ രീതിയിൽ നിങ്ങളെ കൈപ്പടയിൽ എഴുതുക. എന്നാൽ നിങ്ങളെ കൈപ്പടയിൽ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രിന്റ് ചെയ്ത് വരിക, ഓക്കെ ഇത് എല്ലാവർക്കും അയക്കുന്നതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഞാനൊരു കാര്യം അയക്കുകയാണ്, ഒരു ലെറ്റർ അയക്കുകയാണെന്ന് കരുതാം. അന്നേരം ഈ ലെറ്റർ അയക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ഒരു പ്രിന്റ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഓക്കെ ഇത് വെറുതെ പ്രിന്റ് ചെയ്ത് അയക്കുന്നില്ല, നേരെ മറിച്ച് എൻ്റെ കൈപ്പടയിൽ എഴുതി അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫീലിംഗ് ഉണ്ടാകുക, അതൊരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടും അല്ലേ? അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ തന്നെ സെല് ചെയ്യാൻ സാധിക്കും. ഇത് ജസ്റ്റ് പറഞ്ഞാൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമാണ് അത്. അതായത് ഇത് എങ്ങനെയാണ് എനിക്ക് വരുന്നത്, ഈ ഓരോരോ ഐഡിയാസും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ ചെയ്യണം. ഞാനിപ്പം പല കോഴ്സുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് പണവും എല്ലാം തന്നെ നമ്മൾ ലൈഫിലേക്ക് വരിക. അല്ലാതെ കുറച്ച് ലോ ഓഫ് അട്രാക്ഷനിൽ ചില ആൾക്കാർ എന്താ ചിന്തിക്കാന്ന് അറിയാമോ, ലോ ഓഫ് അട്രാക്ഷൻ ഏതൊരു ടെക്നിക്ക് മാത്രം യൂസ് ചെയ്യും, ഓക്കെ പണം വരുന്ന രീതി ചിന്തിക്കും. അതല്ല, ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ടെക്നിക്ക് പറയുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് മാത്രം ഉപയോഗിച്ച് പണമുണ്ടാക്കുകയാണെങ്കിൽ ഞാനെന്തിനാണ് ഈ കോഴ്സുകളും മറ്റ് ബിസിനസ്സുകളും ചെയ്യുന്നത്? ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതായത് നിങ്ങളെ ഓരോരോ ടെക്നിക്കുകളും മെഡിറ്റേഷനും സ്വിച്ച് വേർഡ്സും എല്ലാം തന്നെ നിങ്ങളൊരു സ്ട്രോങ് ബിലീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ടൂൾസാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ വേണം പണത്തെ നിങ്ങൾ കാണാനും പണത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അന്നേരം ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയി നേരുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെച്ചാൽ ഗ്രാബോയി നമ്പർ എന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഗ്രാബോയി നമ്പറിനെ കുറിച്ച്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രാബോയി നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് മണി, അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പണം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് എന്നുള്ളതാണ് ഗ്രാബോയി, GRABOI ഗ്രാബോയി നമ്പർ എന്ന് പറയും. അതായത് അതിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. 5207418. 5207418 അൺഎക്സ്പെക്റ്റഡ് മണി എന്നുള്ളതാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് മണി വരാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രതീക്ഷിക്കാതെ ഒരു പണം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5207418 7418 ആണോ? 7418 അതെ. 77 അല്ലേ?
520. ഞാൻ വേണമെങ്കിൽ അത് കമന്റ് ചെയ്ത് വെച്ചേക്കാം. 7 5207418. ഓക്കെ സർ. ഓക്കെ, ഇതാണ് ഗ്രാബോയ് നമ്പർ. അന്നേരം എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഈ ഒരു നമ്പർ ചെയ്താൽ സാറേ ലെഫ്റ്റ് ഹാൻഡ് ആണോ? ലെഫ്റ്റ് ഹാൻഡിൽ 5207418. അത് ഏത് ഇങ്കാണെന്നുണ്ടോ? ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. ഓക്കെ, ഇതൊരു ഗ്രാബോയ് നമ്പറാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മുന്നേ ഒരാൾ പറഞ്ഞില്ലേ പേഴ്സിൽ വെക്കുന്ന പോലെ തന്നെ നമ്മൾ കൈകളിൽ എഴുതുന്ന സമയത്ത് ഇത് അൺഎക്സ്പെക്റ്റഡ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പണം കൈകളിൽ വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയാണെന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ഇത് എഴുതിയിട്ട് ലെഫ്റ്റ് ഹാൻഡിലാണ് എഴുതേണ്ടത്. ലെഫ്റ്റ് ഹാൻഡിലാണ് എഴുതേണ്ടത്. സെൻട്രലായിട്ട് എഴുതണം. എന്താണ് ശരിക്കും ഗ്രീൻ ഇങ്ക് ആണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ താഴെ പോയി ഗ്രീൻ ഇങ്ക്. ഇപ്പം ഞാൻ ബ്ലാക്ക് ഇങ്ക് ആണ് ഉപയോഗിച്ചത്. ഏറ്റവും നല്ലത്, ഏറ്റവും പെർഫെക്റ്റ് കളർ ഗ്രീൻ ആണ്. പണമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഗ്രീനാണ് ഏറ്റവും പെർഫെക്റ്റ് കളർ. ഇപ്പം ഞാൻ ബ്ലാക്ക് ആണ്, മീൻസ് എൻ്റെ താഴെ പോയി മാർക്കർ ഉണ്ടായിരുന്നത്. ഓക്കെ, അന്നേരം ഈ ഒരു നമ്പർ എന്ന് വെച്ച് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഗുഡ് ലക്ക്, മാനിഫെസ്റ്റേഷൻ, അൺഎക്സ്പെക്റ്റഡ് മണി, ക്യൂബ് വിൻസ്, ലോട്ടറി, കാസിനോ വിൻസ്, റാൻഡം ഗിഫ്റ്റ്, ഫൈൻഡിങ് മണി ഇൻ റാൻഡം പ്ലേസസ്. അതായത് ഗിഫ്റ്റ്, നിങ്ങൾ ലോട്ടറി, മാനിഫെസ്റ്റേഷൻ, അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഓരോ ഗിഫ്റ്റുകൾ കാര്യങ്ങളിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു നമ്പറാണ് ഗ്രാബോയ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ പരിചയപ്പെട്ട നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ നമ്പർ എന്ന് വെച്ചാൽ പണത്തെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളെ അൺഎക്സ്പെക്റ്റഡ് മണി, ചിലപ്പം ഗിഫ്റ്റ് ആയിരിക്കും, കാര്യങ്ങളായിരിക്കും, എല്ലാം തന്നെ കൊണ്ടുവരുന്ന നമ്പറാണ്. ഈ നമ്പർ എന്ത് ചെയ്യുക, ഡെയിലി കൈകളിൽ എഴുതുക. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു മെഡിറ്റേഷൻ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ നമ്പറിനേക്കാളും കൂടുതൽ നമ്മളെ മെഡിറ്റേഷനാണ് പ്രാധാന്യം. അത് വിഷ്വലൈസേഷൻ, അതായത് പണം വരുന്ന സമയത്തുള്ള ഹാപ്പിനെസ് കാര്യങ്ങളിൽ തന്നെ ഫീൽ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ, നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ നൽകുന്ന ഒരു മെഡിറ്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ്. അന്നേരം എന്ത് ചെയ്യണം, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൈ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ മുന്നിൽ റൈറ്റ് ഹാൻഡ് ഈ രീതിയിൽ വെക്കുക. ഈ രീതിയിൽ ജസ്റ്റ് ഈ രീതിയിൽ വെക്കുക. അതായത് ഈ രീതിയിൽ വെച്ചിട്ട് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാലത്തും വൈകിട്ടും ചെയ്യുന്ന മെഡിറ്റേഷനിൽ നമ്മൾ ഏത് മുദ്രകളാണ് പിടിക്കേണ്ടത്? ചിന്മുദ്ര പിടിച്ചിട്ടാണോ എല്ലാം ചെയ്യേണ്ടത്? ചിന്മുദ്ര പിടിച്ചാൽ മതി. മറ്റതൊക്കെ ചിന്മുദ്ര മതി. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ കൈകളിൽ എഴുതിയ ഈ കൈകളിൽ നമ്പർ കയ്യിൽ നമ്പർ ചെയ്തതിനു ശേഷം ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾ, പിന്നെ ആ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ പറയും കണ്ണുകൾ തുറക്കുക. എന്നിട്ട് കൈകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തുക, ചിലപ്പോൾ 1,00,000 ആയിരിക്കാം, 1000 ആയിരിക്കാം, 2000 ആയിരിക്കാം, ആ ഒരു സന്തോഷത്തോടെ കൈകളിലേക്ക് നോക്കുക എന്നതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? സിമ്പിളായിട്ട് പറയുന്നത്, ആദ്യം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കൈയുടെ മുകളിൽ ഈ കൈ വെച്ചിട്ട് വേണം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ അല്ലേ? ഇടത്തെ കൈ മുകളിൽ വലത്തെ കൈ വെച്ചിട്ട് എന്നിട്ട് ആ മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയും കൈകളിലേക്ക് നോക്കുക. കണ്ണ് സാവധാനം തുറന്നിട്ട് കൈകളിലേക്ക് നോക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾ കൈകളിലേക്ക് നോക്കണം. കൈകളിൽ പണം ഉള്ളതായിട്ടും എല്ലാം തന്നെ സങ്കല്പിക്കുക. എന്നിട്ട് ആ ഒരു ഫീലിങ്ങോടെ കൂടെ നിങ്ങൾ എന്നിട്ട് കൈകൾ താഴ്ത്താൻ വേണ്ടി പറയും. കുബേരമുദ്രയിൽ വെക്കാൻ വേണ്ടി പറയും. എന്നിട്ട് കുറച്ച് സമയം കൂടി മെഡിറ്റേഷൻ ചെയ്യും. എന്നിട്ട് കൈകൾ പരസ്പരം ഉരസും, കണ്ണുകളിലേക്ക് ഊർജ്ജം പകരും. എന്നിട്ട് ധ്യാനം അവസാനിപ്പിക്കും. ഈ രീതിയാണ് നമുക്ക് ഉണ്ടാവുക. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്, നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡിന്റെ മുകളിൽ റൈറ്റ് ഹാൻഡ് വെച്ചു. അങ്ങനെ നമ്മൾ
കുറച്ച് സമയം നമ്മൾ മെഡിറ്റേഷനും വിഷ്വലൈസും ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈകൾ തുറക്കും. കൈകൾ തുറന്നിട്ട് നമ്മളിലേക്ക് പണം വരുന്നതായിട്ട്, അതായത് ഈ കൈകളിലേക്ക് പണം വരുന്നതായിട്ട് സങ്കല്പിക്കും. അത് ചെയ്തതിന് ശേഷം നമ്മൾ കുബേരമുദ്ര, ഈ ഒരു മുദ്രയിൽ നമ്മൾ പിടിച്ചിട്ട് ഞാൻ പറയും തൊടയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അത് ചെയ്തതിന് ശേഷം കൈകൾ പരസ്പരം ഉരസും, കണ്ണുകളിലേക്ക് ഊർജ്ജം പകരും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ? സാർ അതിൽ കുബേരമുദ്ര നമ്മൾ പിടിക്കുന്നത് നേരെ മുദ്ര മനസ്സിലായി സാറ്. താഴോട്ടാണോ തൊടയുടെ മുകളിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഫിംഗർ ആണോ ടച്ച് ചെയ്യേണ്ടത്? ഫിംഗർ നേരെ മുകളിലോട്ടാണോ? ഫിംഗർ നേരെ മുകളിലോട്ട്, അപ്വേർഡ് ആയിട്ടാണ് വെക്കേണ്ടത്. ഫിംഗർ അപ്വേർഡ് ആയിട്ടാണ്. ഓക്കെ. അന്നേരം എല്ലാവരും കണ്ണ് അടക്കുക. സാർ ഈ നമ്പർ നീലമഷി കൊണ്ട് എഴുതാമല്ലോ തൽക്കാലം? ഇപ്പൊ തൽക്കാലത്തേക്ക് നീലമഷി കൊണ്ട് എഴുതാം. ഇങ്ങനെ കളേഴ്സിൽ ഏറ്റവും പെർഫെക്റ്റ് ഗ്രീൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കോ ബ്ലൂ ഉപയോഗിക്കാം. 520. ഓക്കെ. അന്നേരം എന്ത് ചെയ്യുക? എല്ലാവരും കണ്ണ് അടക്കുക. എന്നിട്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും കാണാൻ ശ്രമിക്കുക. മുഖം മുഴുവനായി കാണാൻ ശ്രമിക്കുക. കഴുത്ത്, ഹൃദയഭാഗം, പുറം, വയർ, ഇരു കൈകൾ, ലൈംഗിക അവയവം, കാലുകൾ, എല്ലാം തന്നെ കാണാൻ ശ്രമിക്കുക. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായും ശാന്തമാണ്. ശരീരം എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതുപോലെ നിൽക്കുക. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലെഴുതിയ ആ ഒരു മാന്ത്രിക നമ്പറിന് നന്ദി പറയുക. മനസ്സിൽ പറയുക, ഈ ഒരു മാന്ത്രിക നമ്പർ എൻ്റെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണം, അത് ചിലപ്പോൾ ലോട്ടറിയിലൂടെ ആവാം, ചിലപ്പോൾ സമ്മാനങ്ങളായിട്ടാവാം, ബിസിനസ്സിലൂടെ ആവാം, എന്തുമാവട്ടെ, ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ആ ഒരു നമ്പറിന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബിസിനസ്സിൻ്റെ വളർച്ചയാണോ? അതോ ലോട്ടറിയിലൂടെ പണം കിട്ടുന്നതാണോ? ആരെങ്കിലും
നിങ്ങൾക്ക് ഗിഫ്റ്റായി നൽകുന്നതാണോ? എന്തുമാവട്ടെ, അതിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നോട്ടുകെട്ടുകൾ നിങ്ങൾ കാണുക. നിങ്ങളുടെ കയ്യിൽ പണമുള്ളതിൻ്റെ ആ ഒരു സ്പർശനം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനും അതിൻ്റെ ആനന്ദം അനുഭവിക്കുകയാണ്. കയ്യിലെ ആ മാന്ത്രിക നമ്പർ നിങ്ങളിലേക്ക് അവസരങ്ങളും പണവും എല്ലാം തന്നെ കൊണ്ടുവന്ന് നൽകുന്നതാണ്. ആ പണം നിങ്ങളുടെ കയ്യിൽ ഈ നിമിഷമുണ്ട്. നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം അനുഭവിക്കുക. ശരീരം മുഴുവനായും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിലാണുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പണം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? നല്ല വസ്ത്രങ്ങളാണോ? വീടാണോ? ഭക്ഷണമാണോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ആ ഒരു സന്തോഷത്തിൽ ഈ നിമിഷം നിലനിൽക്കുക. ശരീരം മുഴുവനും ആ സന്തോഷത്താൽ നിറയുകയാണ്. നിങ്ങളുടെ ഇരു കൈകളും തുറക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് സാവധാനം നോക്കുക. ആ കൈകൾ കൈവെള്ളയിലേക്ക് നോക്കുക. ഈ കൈവെള്ളയിലേക്ക് നോട്ടുകെട്ടുകൾ കുമിഞ്ഞുകൂടുന്നു. സന്തോഷത്തോടെ ആ കൈകളിലേക്ക് നോക്കുക. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം അനുഭവിക്കുക. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ, ഗിഫ്റ്റായി, ലോട്ടറിയിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പണം നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ്. ആ മാന്ത്രിക നമ്പറിന് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കയ്യിലെ ആ ഒരു മാന്ത്രിക നമ്പറിന് വീണ്ടും നന്ദി പറയുക. നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്ന ആ ഒരു സുഖം നിങ്ങൾ അനുഭവിക്കുകയാണ്. ആ ഒരു പണത്തിനും പണം നൽകുന്ന വ്യക്തികൾക്കും ദൈവികമായ ശക്തിക്കും നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. ഇരു കൈകളും കുബേരമുദ്രയിലേക്ക് വെക്കുക. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. മനസ്സിൽ പറയുക, പണത്തെ ഞാൻ സ്നേഹിക്കുന്നു, പണം എന്നെ സ്നേഹിക്കുന്നു. പണമെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. പണം എന്നിലേക്ക് നിരവധി വഴികളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. പണം വരുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തെ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു പണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആസ്വദിക്കുക. അതിൻ്റെ സന്തോഷം എല്ലാം തന്നെ നിങ്ങൾ ആസ്വദിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഈ നിമിഷത്തിൽ ഉണ്ടാകട്ടെ. ശരീരം മുഴുവനും അതിൻ്റെ സന്തോഷത്തിൽ ഓരോ കോശങ്ങളിലേക്കും അതിനെ ആനന്ദം, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. ആ ഒരു പണത്തിന്, ആ ഒരു അത്ഭുതത്തിന്, എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം കൈകൾ പരസ്പരം വിരസുക. കണ്ണുകളിലേക്ക് ആ ഒരു ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? സാർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാർ. ഓക്കെ, നമ്മൾ ഇത് സാർ ഒരു കാര്യം കൂടെ സാറ് ഈ മെഡിറ്റേഷന്റെ ഇത് സാറ് പേഴ്സണലി അയച്ചു യൂട്യൂബിലിടും ഇത് മെഡിറ്റേഷൻ. കുബേരമുദ്ര പറഞ്ഞത് എങ്ങനെയാ? സാർ കുബേരമുദ്ര ഒന്ന് കാണിക്കോ? ഇതാ കാണിക്കുന്നു. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. കുബേരമുദ്ര ഇത് ബേസിക്കലി എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന മെഡിറ്റേഷൻ. പിന്നെ ഫ്രീ ക്ലാസ് ഞാൻ എപ്പോഴും ഓരോരോ ടൈപ്പ് മെഡിറ്റേഷൻസ് കാര്യങ്ങളും തന്നെ കൊടുക്കാറുണ്ട്, അങ്ങനെ നൽകിയാണ്. ഇപ്പം എലൈൻമെന്റ് മാസ്റ്ററി ജസ്റ്റ് പലരും ചോദിച്ചു എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻസ്, ഓരോരോ ഹീലിംഗ് ടെക്നിക്കുകൾ, ലോ ഓഫ് അട്രാക്ഷനിലെ സൈക്കോളജി, റിലേഷൻഷിപ്പ്, മണി മാനിഫെസ്റ്റേഷൻ ടൂൾസ്, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ചക്രങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ എടുക്കുന്ന ഒരു ക്ലാസ്സാണ് എലൈൻമെന്റ് മാസ്റ്ററി. ഇപ്പം പ്രമീല മാഡം നമ്മളെ എല്ലാ ബാച്ചിലുള്ളതാണ്, ഷീല മാഡം, അതോടൊപ്പം ശ്രീ, ഇതിൽ വേറെ യാമിനി ഇപ്പം എല്ലാ ബാച്ചിലുള്ളതാണ്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അറിയില്ല. ഓക്കെ, ഉഷ മാഡം എല്ലാ ബാച്ചിലും. ഓക്കെ ഓക്കെ, ക്യാമറ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ട്. ഓക്കെ, എലൈൻമെന്റ് മാസ്റ്ററി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ, സന്തോഷം. സാർ ഈ മെഡിറ്റേഷൻ രാവിലെയാണോ വൈകിട്ടാണോ ചെയ്യേണ്ടത്? രാവിലെയും വൈകിട്ടും ചെയ്യാം. ഏറ്റവും നല്ലത് രാവിലെയാണ്, ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു മെഡിറ്റേഷന് രാവിലെ. കാരണം നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട്, എണീറ്റേക്ക് വേണമെന്നൊന്നുമില്ല അല്ലേ? രേഖയുണ്ട് അല്ലേ? ഓക്കെ, എഴുന്നേറ്റിട്ട് ഇത് ചെയ്യണ്ട. ഈ ഒരു മെഡിറ്റേഷൻ ജോലിക്ക് പോകുന്നതിന് മുന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ താങ്ക് യു. ഇതിന്റെ വീഡിയോ ഒന്ന് ഇട്ടേക്കണേ. ആ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, എന്തായാലും സന്തോഷം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഫ്രീ ക്ലാസ് തന്നെ ഇപ്പം 369 എന്ന് പറഞ്ഞ മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. 369 ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ. അത് ചെയ്യേണ്ടത് നമ്മൾ 28 ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. അതിലെ ഓരോ ആഗ്രഹവും രാവിലെ എഴുന്നേറ്റ ശേഷം, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുൻപ്, രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് 9 തവണ, രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ. ഇതാണ് ഈ ഒരാഗ്രഹം നടന്നു കഴിഞ്ഞായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നൽകുന്ന 3 മെഡിറ്റേഷൻ്റെ ഫ്രീ ക്ലാസ്സിൽ അത് നിർബന്ധമായി ചെയ്യും. ഓരോ ദിവസം എഴുതാനോ? അതെ, ഓരോന്നും ഓരോരോ ആഗ്രഹങ്ങളും ഓരോ ദിവസങ്ങളാണ് എഴുതേണ്ടത്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റും.
ഇപ്പം ഇത് എലൈൻമെന്റ് മാസ്റ്ററി ഉള്ളവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേറെ ടാസ്കുകൾ നമ്മൾ നൽകുന്നുണ്ട് എലൈൻമെന്റ് മാസ്റ്ററി. അത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് സാറ് തരുന്നത് ദിവസം. അതെ. നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററിയിൽ വേറെ മെഡിറ്റേഷൻസ്, ഇപ്പം സെൽഫ് ലവ് മെഡിറ്റേഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ സെൽഫ് ലവ്, ഇപ്പം വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ജോബ്, റിലേഷൻഷിപ്പ്, പിന്നെ പണം, ആരോഗ്യം, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ എലൈൻമെന്റ് മാസ്റ്ററി ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും സന്തോഷം. അത് എലൈൻമെന്റ് മാസ്റ്ററി പങ്കെടുക്കുന്നവർ ഫ്രീ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അതിൽ തന്നെ കുറെ ടാസ്കുകൾ നമ്മൾ നൽകുന്നുണ്ടല്ലോ, ടു ഡു ലിസ്റ്റ് കാര്യങ്ങളിൽ തന്നെ അത് ചെയ്യാം. സാറ് പുതിയ ബാച്ച് തുടങ്ങുമോ അലൈൻമെന്റ് മാസ്റ്ററുടെ? അലൈൻമെന്റ് മാസ്റ്റർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിലും ബേസിക്കലി ഇപ്പം നിങ്ങൾ എങ്ങനെ, അതായത് ഒരു ഹാബിറ്റ് ക്രിയേഷനും നിങ്ങൾ ആ ഒരു എലൈൻമെന്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം ഷീല മാഡം നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് മൊത്തം ഡൗൺ ആയിരുന്നു. ഇപ്പം യാമി മൊത്തം ഡൗൺ ആയിരുന്നു. ആ ഒരു ബിസിനസ്സിലേക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. വെറുതെ കുറച്ച് മെഡിറ്റേഷനോ കുറച്ച് ഗ്രാറ്റ്യൂഡോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ്. അത് നിങ്ങളെ സ്കിൽസ് എന്താണ്. ഇപ്പോൾ സ്കിൽ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ് ആണ്. അതിലൊരു അതെപ്പോഴാ സാറേ ആ ക്ലാസ്? അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ ഗുഡ് ഈവനിങ്, ഞാൻ തിരുവല്ലയിൽ നിന്നാണേ. ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് ഇന്ന് കണ്ടതാണ് യൂട്യൂബില്. അപ്പം ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ജോയിൻ ചെയ്ത പറഞ്ഞാൽ 8 മണി തൊട്ട് ജോയിൻ ചെയ്തു. ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഫസ്റ്റാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ പേര് മഞ്ജു എന്നാണ്. അതുകൊണ്ട് സാർ ഇത് എന്തോ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ, എന്റെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഞാൻ ഇന്ന് മൊത്തം അത് തന്നെ ഇരുന്ന് കാണുമായിരുന്നു. ടെക്നിക്കലും കാര്യങ്ങളും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നു. അതെല്ലാം തന്നെ കണ്ടോളൂ കേട്ടോ. പിന്നെ സാർ അലൈൻമെന്റ് മാസ്റ്ററിൽ 3000 രൂപയല്ലേ പേയ്മെന്റ്? അതെ. സാറേ അതിലൊന്ന് ജോയിൻ ചെയ്യാന് എനിക്കത് പറ്റുമോ? ഇനി എപ്പോഴാണ് അതിന്റെ സാധ്യത? അതിന്റെ ഇനി അടുത്ത മാസം, അല്ലെങ്കിൽ ഈ ബാച്ചിൽ ഇപ്പം ഏകദേശം 3-4 ദിവസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റ് ആയിട്ട് ജോയിൻ ചെയ്യാതെ സ്റ്റാഫ് അതിന്റെ ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഈ വാട്സാപ്പിൽ തന്നെ അയച്ചു തരുമോ സാറേ? വാട്സാപ്പിൽ തന്നെ അതിന്റെ എല്ലാ ക്ലാസ്സും റെക്കോർഡ് ആവും. അത് നിങ്ങൾ പേഴ്സണലി ഏത് ദിവസമാണോ വിട്ടുപോയത് അത് പറഞ്ഞാൽ മതി. റെക്കോർഡ് എല്ലാ മാസവും 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അത് ഇങ്ങനെ മോർണിംഗ് 5 to 6 ഈവനിങ് 8 to 9 ആണ് ഉണ്ടാവുക. ഇപ്പൊ മോർണിംഗ് ബാച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി. ഈവനിംഗ് ബാച്ചിൽ കുറച്ച് വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, ഈവനിങ് 8 to 9 ആണ്. 8 to 9 1 മണിക്കൂറിൽ ഉണ്ടാവുക. ചിലപ്പോൾ 1.5 മണിക്കൂറെല്ലാം പോവും ചില ക്ലാസ്സുകൾ. 1 മണിക്കൂർ എന്തായാലും. ഈ പുതിയ എന്തെങ്കിലും വരുമല്ലോ സാറേ, അപ്പൊ എനിക്കൊന്ന് ലിങ്കോ എന്തോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടായതുകൊണ്ട് താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സംശയം ചോദിക്കട്ടെ? ഹലോ, ഒരു സംശയം ചോദിക്കട്ടെ? എന്താ വെച്ചാല് നമുക്കിപ്പോ എന്തെങ്കിലും നല്ലൊരു കാര്യം നടക്കുമ്പോ നമ്മളെ കുടുംബക്കാര് കുറച്ച് ശത്രുക്കൾ ഉള്ളവരാണെങ്കിൽ അവര് നമ്മളെ കൂടോത്രം ചെയ്യും, അങ്ങനെ എന്തേലും അതിലൊക്കെ എന്തേലും വിശ്വാസം? അപ്പൊ അവരത് ഞാൻ ഇത് എതിർക്കുകയും ചെയ്യുന്നില്ല, അത് ഉണ്ടെന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ എനർജി ലെവൽ ലോ ആണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ലോ ആണെങ്കിൽ അയ്യോ മറ്റുള്ളവർ എന്താ ചെയ്യും ഒരു രീതി പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ ലോ എനർജിയിൽ നിൽക്കുന്ന സമയത്താണ്. കാരണം കുറെ മാന്ത്രികർ എല്ലാം തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. താന്ത്രിക വിദ്യകളും മാന്ത്രിക വിദ്യകളും ഇതേപോലെ തന്നെ കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം ഞാൻ അവർ സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വലിയ ഏതെങ്കിലും ഒരാളെ കാണിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല സാറേ. ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വീക്കായിട്ടുള്ള ആൾക്കാരെ ആണ് നോക്കുന്നത്. അവരുടെ ഉള്ളൊരു ഭയം ജനിപ്പിക്കുന്ന വെച്ചാൽ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള എങ്ങനെയെങ്കിലും അറിയിക്കും. അവര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണോ? ഞാൻ ഹലോ കട്ടായിപ്പോയി. നമസ്കാരം. ഓക്കെ, അതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മള് ഒന്നാമത്തെ കാര്യം ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കും. കാരണം ഇല്ല ഒരിക്കലും ഏൽക്കില്ല. പിന്നെ ഓറ കാര്യങ്ങൾ, ഇപ്പം ഓറ പ്രൊട്ടക്ഷൻ മെഡിറ്റേഷൻസ് എലൈൻമെന്റ് മാസ്റ്ററിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ആ ഒരു പ്രൊട്ടക്ഷൻ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഇപ്പൊ ഈ മെഡിറ്റേഷൻ കാര്യങ്ങളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ഇതേപോലെ തന്നെ കുറെ കാലം അതിലൊരു വിശ്വാസം നമുക്കില്ല. അത് വിശ്വാസം ഇല്ലെങ്കിൽ അത് ഏൽക്കില്ല. എനർജി ലെവല് കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ.
അങ്ങനെയാണെങ്കിൽ ഈ ആ കൂടോത്ര ആഭിചാരം കൊണ്ട് എല്ലാരെയും ഇങ്ങ് ആ അങ്ങനെയാണെങ്കിൽ എന്നപ്പൊ മലയാളികൾ നരേന്ദ്രമോദിനൊക്കെ ഏതെങ്കിലും മലയാളി നരേന്ദ്ര രക്ഷപ്പെടുവോ? കാരണം എന്നപ്പൊ മലയാളി അങ്ങോട്ടും നരേന്ദ്ര ഇങ്ങോട്ടും അസൂയ വെച്ച് നിൽക്കുകയല്ലേ കൂടോത്ര ആഭിചാരം. അതെ അതിലേക്കൊന്ന് എന്നപ്പൊ പോയി പെടാതിരിക്കുക, ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആൾക്കാരിലേക്ക് പോയി പെടാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. മീൻസ് നിങ്ങളുടെ ഉം. നിങ്ങൾക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരൊരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യും കാര്യങ്ങൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡൗൺ ആയി പോകും. ചില അതെ ഒരു ലേഡി ഇതേപോലെ തന്നെ വന്നിരുന്നു, ഇതേപോലെ ആഭിചാര ക്രിയ. അന്നേരം അവിടെ ആഭിചാര ക്രിയ ചെയ്യുന്ന ആൾ പറഞ്ഞു എന്തോ യോനി പൂജ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആ കാര്യങ്ങൾ അവര് അങ്ങനത്തെ പൈസ കുറെ നിങ്ങളെ മിസ്യൂസ് ചെയ്യും. ആ അതുകൊണ്ടാണ് ഞാനൊരു ആൾദൈവം ചില കുറേ യൂട്യൂബ് ചാനലിലും ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ആൾദൈവം ഞാൻ നിങ്ങൾ രക്ഷിക്കാൻ തന്നെ പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞത് ഞാൻ നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നു. ഞാനൊരു രക്ഷകനൊന്നുമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതെ നിങ്ങളെ കാര്യങ്ങൾ കൃത്യമായി ഇപ്പം ടു ഡു ലിസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം. ദൈവത്തിൽ വിശ്വസിക്കും, നിങ്ങൾ വിശ്വസിക്കുക. ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ആ അതെ ഞാൻ വലിയൊരു ദൈവവിശ്വാസി, അങ്ങനത്തെ കാര്യം ഞാൻ എൻ്റെ കർമ്മത്തിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ കർമ്മം ഞാൻ ആയിക്കോട്ടെ. കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ എനിക്കതിന് റിസൾട്ട് കിട്ടും. അല്ലാതെ ദൈവവും കാര്യങ്ങളിലും പറഞ്ഞിട്ട് അമ്പലങ്ങളിലോ പള്ളിയിലോ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പോകാറില്ല. ഓക്കെ ഓക്കെ പള്ളി, ഏത് ക്രിസ്ത്യൻ പള്ളിയാവട്ടെ ഇസ്ലാമിക് പള്ളിയാവട്ടെ എല്ലാത്തിലും ഞാൻ പോകും. പക്ഷെ എന്നും കരുതിയിട്ട് ഡെയിലി പോകുന്നതൊന്നുമല്ല, പ്രാർത്ഥിക്കും. നമ്മുടെ അടുത്ത് സത്യം ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുക. അത് വിശ്വസിച്ചിട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ഓക്കെ കൂടോത്ര ആഭിചാരവും അതെല്ലാം ഇങ്ങനെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടും പിന്നെ നിങ്ങളെ എനർജി ലെവല് ലോ ആകുന്നത് കൊണ്ടാണ്. കാരണം ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത്, ഞാൻ ഇതേപോലെ ചിന്തിച്ചിട്ട് ജീവിച്ചിരുന്നത്. ഞാനിങ്ങനെ രക്ഷപ്പെടാത്തതിന് കാരണം എന്റെ നക്ഷത്രം. എനിക്കതിൽ ചിന്ത ഇല്ല, പക്ഷെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസമൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. പിന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ എനർജി ലെവലിനെ ഹയർ ആക്കുക. പ്രാർത്ഥന, നിങ്ങളിപ്പോ ഏത് റിലേഷൻ ആ പ്രാർത്ഥിക്കുക, അതൊന്നും എഫക്ട് ചെയ്യില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ എന്റെ നക്ഷത്രമാണ് എന്റെ ജീവിതത്തിൽ വിജയിക്കാത്തതിന്റെ കാരണം എന്ന് ചിന്തിച്ചു. പിന്നെ എന്റെ കുടുംബക്കാരെ എനിക്കെതിരെ കൂടോസം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ബെഡിന്റെ അടിയിൽ ഞാൻ ഇടക്കിടക്ക് നോക്കും ആരെങ്കിലും എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. അങ്ങനെ ഞാൻ ജീവിച്ചിരുന്നു. അങ്ങനെയെല്ലാം ജീവിച്ച് വീട്ടിന്റെ ചുറ്റും നോക്കും എന്തെങ്കിലും പൂക്കൾ വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്റെ ഡ്രസ്സെല്ലാം ഞാൻ ഇടക്കിടക്ക് നോക്കും ആരെങ്കിലും എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയി. എനിക്ക് വിശ്വാസമൊന്നുമില്ല മാഡം. അവസാനം ഭ്രാന്ത് പിടിക്കുന്ന അവസരമെത്തി. പിന്നെ അന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ നമ്മള് ഇതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറെ പൈസയും ചെലവാക്കി. അന്നേരം എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു ലേഡി ഒരു കൺസൾട്ടേഷൻ വന്നിരുന്നു. പുള്ളിക്കാരി ഫുൾ ഡൗൺ ആയി. നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയിലെ ഒരു വ്യക്തി, പേര് പറയുന്നില്ല. അന്നേരം പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ 40,000 50,000 കാര്യം കൊടുത്തു. ഒരു ഇതേപോലെ തന്നെ ചെയ്യുന്ന അയാൾ പറഞ്ഞു യോനി പൂജ ചെയ്യണം. യോനി പൂജ ചെയ്യണമെങ്കിൽ ഈ ലേഡി അവരുടെ അടുത്തേക്ക് പോയിക്കോളും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അന്നേരം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാതിരിക്കുക. നമ്മളെ മൈൻഡ് സെറ്റും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയണം, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും വിജയിക്കാം. എല്ലാവർക്കും അസൂയ ഉണ്ടാവില്ലേ? ഓക്കെ. ഇവൻ ജ്യോത്സ്യം വരെ അന്ധമായിട്ട്, ജ്യോത്സ്യം ഒരു സയൻസ് ആണ്, ഞാൻ ഒന്നിനും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടോത്രണ്ടെന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർക്ക് അതുണ്ട്, ഇല്ലെങ്കിൽ അതില്ല, അത്രയേ ഉള്ളൂ. ജ്യോത്സ്യ കാര്യങ്ങൾ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ എന്റെ ലൈഫിൽ ഇന്ന് ഈ സമയം മോശമാണ്, അതുകൊണ്ട് ഇത് മീൻസ് ഒന്നും നടക്കില്ല എന്നുള്ളത്. കാരണം എൻ്റെ ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയമാണ്. പക്ഷെ എനിക്ക് ഒരു നല്ല ഹാപ്പി ആയിട്ട് ഞാൻ നിൽക്കുന്നു, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നു. കാരണം എൻ്റെ മൈൻഡ് സെറ്റാണ്, ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന കാര്യം ഞാനിപ്പോൾ എൻ്റെ സ്റ്റോറി ഞാൻ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെ സാറേ. അപ്പൊ അത് കാരണം ഞാൻ അപ്പൊ എല്ലാം ഹാപ്പിയാണ്. ഓക്കെ. എന്തായാലും സന്തോഷം കേട്ടല്ലേ. എന്തായാലും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മള് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അലൈൻമെന്റ് മാസ്റ്റർ ക്ലാസ്സിലാണ് 2 ദിവസമായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എനിക്ക് മണി ബ്ലോക്കേജിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഇത് അലൈൻമെന്റ് മാസ്റ്റർ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു അലൈൻമെന്റ് മാസ്റ്റർ റിലേഷൻഷിപ്പ് അതിന്റെ മണിയാണ്. കഴിഞ്ഞ മുന്നത്തെ അലൈൻമെന്റ് മാസ്റ്ററിൽ ചക്രാസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഓരോ അലൈൻമെന്റ് മാസ്റ്ററിൽ പുതിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഒരേ ടോപ്പിക്സ് ചില ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരേ ടോപ്പിക്സ് കാര്യങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ എലിമെന്റ് മാസ്റ്റർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം റിലേഷൻഷിപ്പ് ആൻഡ് പണമാണ്. ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പണത്തിൻ്റെ ബ്ലോക്ക് കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. മെയിനായിട്ട് നിങ്ങളെന്ത് ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ലഭിക്കാൻ സാധിക്കുക. സാർ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞോട്ടെ അനുഭവം. സാറിൻ്റെ 2 ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. കുറച്ച് നാളായില്ലോ ഞാൻ ഇത് സാറിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയിട്ട്. അപ്പൊ അല്ല ഹോപ്പോനോപ്പോന്റെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടായിരുന്നു. അപ്പൊ എനിക്കൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്റെ കസിനായിട്ട്, അതായത് ബ്രദർ ഇൻ ലോ അവരുടെ വൈഫായിട്ട്.
അപ്പോ അടുത്തിടയ്ക്ക് മീൻസ് അവർ കുറച്ച് നാളായിട്ട് സംസാരിക്കണില്ല. വല്ലപ്പോഴും ഒന്ന് മിണ്ടും പറയും, തൊട്ടടുത്താണെങ്കിൽ പോലും. അത് എന്റെ ഫീലിംഗ് ആണോ എന്നൊന്നും അറിയില്ല. സാറ് പറഞ്ഞല്ലോ, നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെ ചെയ്യുക, ഒപ്പണൊപ്പം അങ്ങനത്തെ പറഞ്ഞ് പ്രെയർ ചെയ്യുക. അപ്പൊ ഞാൻ അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് എപ്പോഴും അത് ഒപ്പണൊപ്പം പ്രെയർ, ഐ ആം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, അത് പറഞ്ഞ് എനിക്ക് തോന്നുന്നു 2-3 ദിവസം ഞാൻ അവരെ തന്നെ, പിന്നെ അവരെ ഫാമിലിയെ എന്താന്നറിയില്ല, ലാസ്റ്റ് 10-ാം തീയതി 11-ാം തീയതി അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ചു. ഒരു അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു, വരാണ്ടോ എന്ന് ചോദിച്ചു. എന്നെ കൊണ്ടുപോയി, ഞാനും എന്റെ മക്കളെയും കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു, കഴിഞ്ഞ വർഷം അവർ പോയിട്ട് വിളിച്ചില്ല. അപ്പൊ ഇനി ഞാനായിട്ട് അങ്ങോട്ട് വിളിക്കില്ല, എപ്പോഴും ഞാൻ വിളിക്കും, അവരെന്നോട് സംസാരിക്കില്ല. എനിക്ക് എന്റെ ഫീലിംഗ് ആയിരിക്കും അറിയില്ല. പക്ഷെ എന്തോ ഇങ്ങോട്ട് വിളിച്ചു, നെക്സ്റ്റ് ഡേ വിളിച്ചു, വൈക്കത്തെ അഷ്ടമിയായിരുന്നു, തൊഴാൻ പോയി, എന്നെ വിളിച്ചു, കൊണ്ടുപോയി. എനിക്ക് ഇത്ര സന്തോഷം എനിക്ക് വേറെ അത് ഒന്നുമില്ല സർ. അത് ആ ടെക്നിക്ക് മാത്രമല്ല, കാരണം നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററിൽ ആ ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മനസ്സിലെ ചിന്തകളും കാര്യങ്ങളും കുറയും. അന്നേരം ഓട്ടോമാറ്റിക് അലൈൻമെന്റ് ആവും. സന്തോഷമായി അത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന കാര്യമാണ് അത്. അവരും മിണ്ടണില്ല, അത് എന്റെ തോന്നല്. മീൻസ് അവരും ബിസിയാണ്, ശരിയാണ്, അറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളാണ്, ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ഒരു സ്ഥാനമായിരുന്നു. അപ്പൊ അവരെന്നോട് മിണ്ടാണ്ടായി, എനിക്കോട് മുഖം തിരിക്കുകയാണോ എന്നുള്ളൊരു തോന്നലും. എന്റെ ബിസിയിലൊക്കെ ഞാൻ ഒറ്റപ്പെട്ട ഒരു അമ്മയാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഹസ്ബൻഡ് ഇല്ല, മക്കൾ 2 പേരേ ഉള്ളൂ. അപ്പൊ സാറ് ഈ അടുത്ത ലോണൊക്കെ സ്ഥാനം വീട്ടാനുള്ള ഹസ്ബൻഡ് ബ്രദറാണ്. അപ്രമേഷൻ ആ ഓക്കെ, കട്ടായി. ലോണൊക്കെ വീട്ടാനുള്ള അപ്രമേഷൻ ഒന്ന് പറയോ? ഓക്കെ, ഇപ്പൊ പറഞ്ഞോളൂ, നേരത്തെ പറഞ്ഞ ആള്. ലോണൊക്കെ വീടാനുള്ള അപ്രമേഷൻ. നേരത്തെ ഒരു സ്റ്റോറി പറഞ്ഞില്ല, അത് കംപ്ലീറ്റ് ആയില്ല. രതിയാണ്. രതി ഞാനാണ് സാർ. പറഞ്ഞോളൂ. അപ്പൊ അതൊക്കെ കൊണ്ട് ഇപ്പൊ എനിക്ക് 2-3 ദിവസം ഈ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടുള്ള ഒരു പോസിറ്റീവ്നെസ് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനിപ്പോ സാർ പറയണ്ട ആർക്കെങ്കിലും പറയാനുണ്ടല്ലോ എന്ന്, അപ്പോഴേക്ക് ഞാൻ ഇങ്ങനെ പറയാൻ വരും. എന്താണെന്നറിയില്ല, എനിക്ക് അപ്പൊ മ്യൂട്ടായി പോണു, പറയാൻ അവസരം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ അവസരം എടുത്തിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര എന്റെ ഹാപ്പിനെസ് എന്ന് പറയാം. ചിലപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും ഒക്കെ ഞാൻ ഇത് വിചാരിച്ചിട്ട് നടന്നില്ല. ഹോപ്പുണ്ടൊക്കെ ഞാൻ അപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെ, ഈ 3 ദിവസം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക മാത്രം ചെയ്യും. ആ ഒരു ഹീലിംഗ്, കറക്റ്റായിട്ട് ഹീലിംഗ്, ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്റർ 2 സൈക്കിളുള്ളൂ, നീ മാറ്റം വരും നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ എനിക്ക് ഇത് ഫസ്റ്റ് വന്നത് കൂടി തന്നെ സന്തോഷമായി. അറ്റ്ലീസ്റ്റ് ഇവരെന്നോട് സംസാരിക്കാൻ അവരെന്നെ ട്രീറ്റ് ചെയ്തല്ലോ, എന്നെ കൊണ്ടുപോയി. ഇങ്ങനെ ഇന്നലെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഒരു സ്ഥലത്തേക്ക്, അവർ ജസ്റ്റ് കറങ്ങാൻ പോയി മക്കളെ കൊണ്ട് മാത്രം. ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ അവരെന്നെ വിളിച്ചു കൊണ്ടുപോയില്ല, വേണ്ട അങ്ങനെ തന്നെ ഇരിക്കേണ്ട, നമ്മളെല്ലാവരും കൂടി പോയാലേ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ, അപ്പൊ ഐ ഫെൽറ്റ് ദാറ്റ് ഞാൻ എന്തോ ഒരു മാറ്റമുണ്ട് എന്നൊരു ചെറിയ മാറ്റമാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതെ, ചെറിയ മാറ്റം അത് വന്നു എന്നുള്ളത് സന്തോഷം. ഓക്കെ, തോന്നുന്നു. താങ്ക് യു അതിൽ സർ. കൂടുതൽ അറ്റാച്ച്ഡായി നിൽക്കാതിരിക്കുക. ഇപ്പം ഡിറ്റാച്ച്ഡായി നിൽക്കുക. സന്തോഷിച്ചോളൂ, പക്ഷെ അറ്റാച്ച്ഡായി നിൽക്കാൻ പാടില്ല കേട്ടോ. സാറേ ലോണൊക്കെ വീടാനുള്ള ലോൺ വീടാൻ അപ്രമേഷൻ വേണ്ടി പറയോ? പണം സമ്പാദിക്കുന്ന കാര്യം, അതായത് ഇപ്പോൾ ഇത്ര ലക്ഷം രൂപയാണോ നിങ്ങൾക്ക് ലോൺ ഉള്ളത്, അതിന്റെ ഇരട്ടി എനിക്ക് ലഭിച്ചത് നന്ദി എന്ന് പറയാം. അത് എഴുതും ചെയ്യാം അല്ലേ? അത് എഴുതുകയും ചെയ്യാം ലോണിന്റെ കാര്യത്തിൽ. ഓക്കെ. ഓ നമസ്കാരം. ഞാൻ ഒരു കാര്യം സാർ ചോദിക്കണ്ടേ, പറയട്ടെ പറഞ്ഞോളൂ. സാർ? നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലം, ഞാനൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ സാർക്ക് വോയിസ് ഇട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ പ്രതീക്ഷിക്കാതെ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് നമ്മൾക്ക് മറ്റൊരാളിന് ശത്രുത ജനിപ്പിക്കുന്ന പോലെ എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ ചെയ്തു. എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെയൊന്നും നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സാർ? ഓക്കെ, ഞാൻ പറയുന്ന അഫർമേഷൻ പറഞ്ഞുതരാം. ദൈവികമായ സംരക്ഷണ വലയത്തിൽ ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. എനിക്കത് തന്നെ ഒരുപാട് എനിക്കത് ഒരു 3-4 ദിവസമായിട്ട് ഉറക്കമില്ലാതെ. പക്ഷെ ഇത്രയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും, ചക്ര ഹീലിംഗിന്റെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണ്ടെങ്കിലും രാത്രി ഉറക്കത്തിൽ പോലും മനസ്സിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതൊക്കെ ചെയ്തിട്ട് മെഡിറ്റേഷൻ രാവിലത്തെ ഹലോ സാറേ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. രാവിലത്തെ മോർണിംഗ് ക്ലാസ്സിൽ സമയം കിട്ടാലും 1 മണിക്കൂറല്ലേ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയാണ്. എനിക്ക് അന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അല്ലായിരുന്നോ നമ്മള് അടുത്തുന്ന, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മളെ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്താണോ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ മനസ്സിൽ കുറച്ചിങ്ങനെ കയറി കൂടി ഇന്നർ ചൈൽഡിന്റെ അത് ബാക്കിലോട്ട് പോയിട്ട് ഞാൻ ഇന്നത്തെ ആയിരുന്നു ഞാൻ മുന്നിലിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഞാനൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി പോയപ്പോ അവിടുത്തെ ചേച്ചി തമാശ രൂപത്തില് ഒരു വേർഡ് പറഞ്ഞു. ആ വേർഡ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ട്, ചെറിയൊരു സംഭവം, സിമ്പിൾ ആയിരുന്നു ആ വേർഡ്.
പക്ഷെ എനിക്കതവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങോട്ട് തകർന്നു പോയി ഞാനത്. പക്ഷെ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ആകെ അപ്സെറ്റ് ആയി അവിടെ പോയി. അവരെന്നിട്ട് ആകെ എന്ത് ചെയ്യാന്നറിയാത്ത അവസ്ഥയിലായി അവർ പോയി. പക്ഷെ എനിക്ക് പിടുത്തം കിട്ടിയില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു. ഇവിടെ വന്നു ഇപ്പോഴും എന്റെ കണ്ണിതാ ആ കരഞ്ഞതിന്റെ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എന്നിട്ട് പിന്നെ എനിക്ക് കുറേ ഇരുന്നാണ്ട് ഒരുപാട് ഇരുന്ന് കരഞ്ഞ് പിന്നെ മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ വീണ്ടും അവരടുത്തേക്കാണ് ചെന്നു. തൊട്ടടുത്ത വീടാണ് ചെന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവരെ ഒന്ന് പിടിച്ച് ഞാൻ എന്റെ മാനസികാവസ്ഥ വേറെയാണ് എന്നും കഴിഞ്ഞ ഞാൻ അങ്ങനെയാണ് ഒരു എന്താ പറയാ തമാശ. നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയോട് നമ്മളെ ബന്ധം കാത്തുസൂക്ഷിക്കാൻ പാടില്ല. ചെറിയൊരു വാക്കായിരുന്നു, അത് തമാശയായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ വേറെ കിടക്കുന്നത് അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ല, അത് അതിങ്ങനെ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും ഉണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുന്ന സമയത്ത് നോ, എനിക്ക് താല്പര്യമില്ല, എനിക്കത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. ചെറുതായിരിക്കാം. എല്ലാ കോമഡികളും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ബോഡി ഷെയിം ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലും ആട്ടെ, അത് പറയാം, നോ എന്ന് പറയാം. അത് നോ പറയാൻ വേണ്ടി നമ്മള് പറയാറില്ലേ, നോ പറയാൻ വേണ്ടി. നോ എന്ന് പറയാത്തതിന്റെ മുകളിലാണ് ഇപ്പൊ ഞാൻ കിടക്കണത്. ഒരുപാട് വലിയ അതാണ് നോ പറയുന്ന സ്ഥലത്ത് നോ പറയാം കേട്ടോ. സന്തോഷം. അത് ഇങ്ങനെ കഴിഞ്ഞ മാച്ചിലെല്ലാം കുറെ പേർക്ക് ഉണ്ടായത് എലൈൻമെന്റ് മാച്ച് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവര് നോ പറയാൻ തുടങ്ങിയിട്ടില്ല, എന്റെ സൈക്കിളിലുള്ളൂ, എന്റെ ചേഞ്ചസ്. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും സക്സസ് സ്റ്റോറീസും നിങ്ങളെല്ലാം തന്നെ കാണാൻ സാധിച്ചത് സന്തോഷം. നീ അടുത്ത ഞായറാഴ്ച ഇതേപോലെ ഫ്രീ ക്ലാസ് ഉണ്ട്. നമ്മുടെ മറ്റു ക്ലാസ് എലൈൻമെന്റ് മാഷിയാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. എലൈൻമെന്റ് മാഷി അത്രയും റിസൾട്ട്. എനിക്കൊരു അഫർമേഷൻ പറഞ്ഞത് പറഞ്ഞുതരും. ഞാൻ എങ്ങനെയാണ്? ദൈവികമായ സംരക്ഷണത്തിൽ ഞാൻ സുരക്ഷിതയാണ്. ഞാൻ ദൈവികമായ സംരക്ഷണത്തിൽ ഞാൻ സുരക്ഷിതയാണ് അല്ലേ? ഒരു അഫർമേഷൻ പറയാട്ടോ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. പിന്നെ നമ്മൾ സൗജന്യ ക്ലാസ് ലിങ്ക് ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം കുറേ പ്രോബ്ലം പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യ ക്ലാസ് ലിങ്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും, ഈ മെഡിറ്റേഷൻസ് അയച്ചു കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യാം. എത്ര പേരെ വേണമെങ്കിലും ആഡ് ചെയ്തോളൂ. സന്തോഷം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്.